ഹലോ ട്രേഡേഴ്സ്, ഈ ഒരു വീഡിയോത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ FXTM ബ്രോക്കറിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത അക്കൗണ്ട് എങ്ങനെയാണ് MT5നോട് കണക്റ്റ് ചെയ്യുക എന്നും MT5ൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് അതിൽ ട്രേഡ് എടുക്കുക എന്നും ട്രേഡ് ക്ലോസ് ചെയ്യുക, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്ത് നോക്കുക. വാച്ച് ചെയ്യുക മാത്രമല്ല, മറ്റൊരു ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലൈവായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഫൈൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു $200 ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ ഓപ്പൺ ചെയ്തത് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ക്രോമിനകത്ത് നമ്മളെ ബ്രോക്കറിനെ നമ്മൾ സെലക്ട് ചെയ്യുക. FXTM.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് വരുന്നുണ്ടാവും. സൈറ്റ് വന്നതിന് ശേഷം നമ്മളവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ലോഗിൻ ചെയ്യുക. ഒരു പേജ് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ന്യൂ അക്കൗണ്ടിൻ്റെ പേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾക്ക് ഇതല്ല വേണ്ടത്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട്സ് ഓവർവ്യൂ എന്നുള്ള ഭാഗത്തേക്ക് വരിക. കാരണം ഞാൻ ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച എല്ലാ അക്കൗണ്ട്സും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ മൈ ഡെമോ അക്കൗണ്ട്സ് എന്ന് കാണുന്നിടത്ത് എനിക്കിവിടെ ഒരു ഡെമോ അക്കൗണ്ട് ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്ന് പ്രസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ജസ്റ്റ് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ചൂസ് യുവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. അത് MT5, MT4 രണ്ടെണ്ണമുണ്ട്. MT5 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ദെൻ ട്രൈ ദി ഓപ്പൺ അക്കൗണ്ടിൻ്റെ താഴെ ട്രൈ ദി ഡെമോ എന്നുള്ള ഭാഗത്തുനിന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വരും. ഓപ്പൺ ഡെമോ അക്കൗണ്ടിൻ്റെ പേജ് ഉണ്ട്. മാർക്കറ്റ് എക്സിക്യൂഷൻ, മിനിമം ഡെപ്പോസിറ്റ്, അതിൻ്റെ താഴെ യൂറോ USD സെലക്ട് ചെയ്യുക. ചൂസ് യുവർ ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് എന്നുള്ളത് നിങ്ങളൊരു ട്രേഡിംഗ് പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, എന്ത് ട്രേഡിംഗ് പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇത് MT5 ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സിമ്പിൾ പാസ്വേഡ് കൊടുത്താലും മതി. പാസ്വേഡ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ വേണം. 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു അക്കം വേണം. ക്യാപിറ്റൽ ലെറ്റർ വേണം. ഏതെങ്കിലും ഒന്ന് സ്മോൾ ലെറ്റർ വേണം. പിന്നെ അതായത് നമ്പർ വേണം. പിന്നെ സിമ്പലുകൾ വേണം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിഹ്നങ്ങൾ വേണം. 8 മുതൽ 15 വരെയുള്ള ക്യാരക്ടേഴ്സ് ടോട്ടൽ പാസ്വേഡിന് ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെമോ ട്രേഡിംഗ് അക്കൗണ്ട് വാസ് ഓപ്പൺ. ഇനി ഈ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് MT5 ടൈപ്പ് ഡെമോ അക്കൗണ്ട് ട്രേഡിംഗ് സെർവർ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറക്സ് ടൈം FXTM ഡെമോ 01 ഇതാണ് നമ്മുടെ സെർവർ. നമ്പർ എന്നുള്ളത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ MT5 ട്രേഡർ 5 പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. MT5 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ, രണ്ടാമത്തെ ഇതിപ്പോൾ ഞാൻ സേവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടത് കൊണ്ട് എനിക്കിവിടെ ഓപ്പൺ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറുള്ള ആ ഒരു 3 കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് അക്കൗണ്ട്സ് നമുക്കിവിടെ കാണാം. മാനേജ് അക്കൗണ്ട്സിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ എത്രത്തോളം അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ശേഷം അവിടെ FXTM എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. TM ഞാൻ സെർച്ച് ചെയ്തു. ഈ സെർച്ച് കോളത്തിൽ നമ്മൾ FXTM എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് FXTM ഇത് കിട്ടുന്നുണ്ടാവും. ലോഗിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇപ്പോൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത അക്കൗണ്ട് നമ്പർ കോപ്പി ചെയ്യുക. പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർവർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ സെർവർ നെയിം എന്തായിരുന്നു? ഫോറക്സ് ടൈം FXTM ഡെമോ 01 അല്ലേ? അതെ, ഫോറക്സ് ടൈം FXTM ഡെമോ 01 അത് നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുക. ലോഗിന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. പാസ്വേഡ് സേവ്ഡ് കൊടുത്തു. ഇതോടുകൂടി എനിക്ക് $200 ഡെമോ അക്കൗണ്ട് സെറ്റായിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശേഷം ഏറ്റവും താഴെ കോഡ്സ്, ചാർട്ട്സ്, ട്രേഡ്, ഹിസ്റ്ററി, മെസ്സേജസ്, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ ഒന്നാമതായിട്ട് കോഡ്സ് ആണ്. എന്താണ് ഈ കോഡ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഡ് കറൻസി, ബേസ് കറൻസി, ഇതിൻ്റെ കോഡ്സാണ് ഈ കാണുന്നത്. AUD USD, യൂറോ USD, ഇങ്ങനെ കറൻസി പെയറുകൾ ധാരാളം ഇവിടെ ഡീഫോൾട്ടായിട്ട് കാണുന്നുണ്ടാവും. ഇത് നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യമുള്ള പേഴ്സിനെ മാത്രം നിലനിർത്തുക. നമുക്ക് വേണ്ട പേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ ഈ കോഡ്സ്, ഏറ്റവും താഴെയുള്ള ഈ കോഡ്സിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എഡിറ്റ് കാണുന്ന ആ പെൻസിൽ, ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന പെൻസിൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ പേഴ്സും നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാം. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും. കണ്ടില്ല? ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക. ആഡ് ചെയ്യാനോ
പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് ആഡ് സിമ്പിൾ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് XAUSD ഗോൾഡ് സ്പോട്ട് എന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക, അതവിടെ വന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. യൂറോ USD എന്ന് പ്രസ് ചെയ്യാണ്, എന്ന് ടൈപ്പ് ചെയ്യാണ്. ആ ടൈമിൽ അത് വരുന്നില്ല. എന്തുകൊണ്ട്? ഇത് ഓൾറെഡി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതവിടെ വരാത്തത്. അപ്പോൾ ആഡ് ചെയ്യാത്ത എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. US ഓയിൽ എന്ന് വരുന്നില്ല. നമ്മളെ ബ്രോക്കർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇതെന്താണോ അത് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്താൽ വരുള്ളൂ കേട്ടോ. അതല്ലാത്തത് വരില്ല, അത് ശ്രദ്ധിക്കുക. ഓയിൽ എന്ന് പ്രസ് ചെയ്യുക. ഓയിൽ എന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, കണ്ടോ, 2 ഓയിൽ കാണുന്നുണ്ട്. US ഓയിൽ, WTI ക്രൂഡ് ഓയിൽ. ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്തപ്പോൾ അതവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് അടിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രൂഡ് കാണുന്നുണ്ട്, XAUSD കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത പേഴ്സ് കാണുന്നുണ്ട്, ഡിലീറ്റ് ചെയ്ത പേഴ്സ് പോയിട്ടുമുണ്ട്. ഈ കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഇങ്ങനെ ആവശ്യമുള്ള പേഴ്സ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. രണ്ടാമത് താഴെ കാണുന്നത്, കോഴ്സ് കഴിഞ്ഞിട്ട് താഴെ കാണുന്നത് ചാർട്ട്സ് ആണ്. ചാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഏതാണ് എന്നുള്ളത് ഇവിടെ മുകളിൽ നമുക്ക് കാണാം. AUD USD ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അല്ലേ. ഇനി നമുക്ക് AUD USDയുടെ ചാർട്ട് മാറ്റി നോക്കണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. ഇതേപോലെ വരും. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പെയേഴ്സും ഇവിടെ വരും. ജസ്റ്റ് XAUSD ഞാനൊന്ന് എടുത്തു. ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് MT5 നമ്മുടെ ചാർട്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തത് XAUSDയുടെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു M5 കാണുന്നുണ്ടാവും. ഈ M5 ആണ് 5 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ. ഈ ടൈം ഫ്രെയിമിനെ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് ഈ ഭാഗത്ത് തന്നെയുള്ള അടുത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ XAUSD M5ൻ്റെ തൊട്ട താഴെ ഗോൾഡ് എന്ന് കാണുന്നുണ്ട്. അതായത് ആ ഒരു പെയർ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തതാണ്. അതിൻ്റെ താഴെ 1, 2, 3, 4 വാല്യൂസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. 29, 86, 29, 29, 86, 29, 29, 85, 39, അത് കഴിഞ്ഞ് 85, 49. ഇതെന്താണ് ഈ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OHLC വാല്യൂ ആണ്. അതായത് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. നമ്മൾ ക്യാൻഡിലിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ട് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എന്താണെന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഏത് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ആണ് അത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന എംബ്ലങ്ങളിൽ ആദ്യത്തെ പ്ലസ് എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു സംഭവം വരും. ഒരു ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒരു ലൈൻ വരും. ഈ ലൈന് നമ്മൾ സ്ക്രീനിലൂടെ ഡ്രാഗ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഹൈ പോയത് കണ്ടോ, ഇവിടെയാണ് ഹൈ പോയിട്ടുള്ളത് അല്ലേ, ഇവിടെ മുകളിൽ. ഈ ഹൈ പോയിൻ്റെ വാല്യൂ അവിടെ ഒന്ന് കൊണ്ടുവച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഓപ്പൺ പ്രൈസ്, അത് കഴിഞ്ഞ് രണ്ടാമത് ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസ് പ്രൈസ്. ഇങ്ങനെ ആ ക്യാൻഡിലിൻ്റെ OHLC വാല്യൂ ആണ് കാണുന്നത്. ഇനി ലാസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചാലോ, കണ്ടോ, ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിലിൻ്റെ OHLC വാല്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. എവിടെ ഓപ്പൺ ചെയ്തു, അതായത് ഏത് പ്രൈസിൽ ഓപ്പൺ ചെയ്തു, ഏത് പ്രൈസിൽ ക്ലോസ് ചെയ്തു, ലോ എത്ര പോയി, ഹൈ എത്ര പോയി എന്നൊക്കെയാണ് അത് കാണിക്കുന്നത് എന്നർത്ഥം. ഫൈൻ, ആ കാര്യങ്ങൾക്ക് മനസ്സിലായി. ഇനി വീണ്ടും ആ ഒരു പ്ലസ് ബട്ടൺ ഇപ്പോൾ ഒരു കുരിശ് പോലെ ആയിട്ടുണ്ടല്ലോ, അവിടെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് പോകും. ഇനി നമുക്ക് സ്ക്രീന് വീണ്ടും വന്നു, സ്ക്രീനിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. നമ്മൾ ഫ്രീ ആണ്. രണ്ടാമത്തെ ഈ ഒരു എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള എംബ്ലമാണ് കാണിക്കുന്നത്. നമ്മൾ തൽക്കാലം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവിടെ ഒരു ലിസ്റ്റും കാണുന്നില്ല. വൺസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ലിസ്റ്റ് കാണാം. ഫോർ എക്സാമ്പിൾ ഈ മെയിൻ ചാർട്ട് എന്നുള്ളത് ഇവിടെ ഡീഫോൾട്ടായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്യുക. ഈ FX എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ബോളിഞ്ചർ ബാൻഡ്, മൂവിങ് ആവറേജ്, പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഓസിലേറ്റേഴ്സ് കാണാം, MACD, മൊമെൻറ്റം, RSI ആണ് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കാണുന്നത്. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇച്ചിമോക്കു ഇതൊക്കെ ഉണ്ട്. ഞാൻ ബാക്ക് അടിച്ച് പോകുന്നു, അതുവഴിയാണ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി മുകളിൽ മൂന്നാമത്തത് M5 കണ്ടോ, അതാണ് നേരത്തെ പറഞ്ഞ ടൈം ഫ്രെയിം. അതിനകത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ലിസ്റ്റായിട്ട് ഒരുപാട് ടൈം ഫ്രെയിമുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ MT5 ഏറ്റവും സൂപ്പറായിട്ട് MT4 അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സെറ്റിങ്സിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ആയിട്ട് ടൈം ഫ്രെയിമിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ M2 എടുത്തു കഴിഞ്ഞാലോ കണ്ടോ, 2 മിനിറ്റ് ടൈം ഫ്രെയിമായി. ഇനി വീണ്ടും ആ M2 മുകളിൽ പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് വന്ന് M3 പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ 3 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ കാണുന്നത് ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് കൊടുത്തു വെക്കണമെങ്കിൽ ഈ സെറ്റിങ്സിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ്സ് പിടിച്ചാൽ മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഡീഫോൾട്ടായിട്ട് ഈ ഒരു സംഗതി അവിടെ വരുന്നുണ്ടാവും. പക്ഷേ നമുക്കിവിടെ പരമാവധി ആഡ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു കണക്കുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണമൊക്കെ നമുക്കിവിടെ പറ്റുള്ളൂ. അത് നമ്മളിവിടെ പിടിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ, യു ക്യാൻ ആഡ് 3 to 9 ടൈം ഫ്രെയിംസ് ടു ദ ചാർട്ട് മെനു. അതായത് പരമാവധി 9 എണ്ണേ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം ടൈം ഫ്രെയിമിൽ നിന്ന്. ആ സെറ്റിങ്സ് പ്രസ് ചെയ്യുക. എനിക്ക് മന്ത് വേണ്ട എങ്കിൽ ഞാൻ ആ മന്തിനെ ഒഴിവാക്കി, വീക്കിനെ ഞാൻ ഒഴിവാക്കി. ഓക്കെ, അതിന് പകരം ഞാൻ M3 ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് ആഡ് ചെയ്തു. ഇനി നമുക്ക് അവിടെ നോക്കിയേ, മുകളിൽ കണ്ടോ M1 M3 വന്നിട്ടുണ്ട് കണ്ടോ.
ആ H1 H4 D1ൻ്റെ അപ്പുറത്ത് വീക്കും മന്തും പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ ടൈം ഫ്രെയിമിലേക്ക് കസ്റ്റം ആയിട്ട് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാനും പറ്റുന്നുള്ളത്. ഓക്കെ, ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് കാണുന്ന 1 2 3 നാലാമത്തത് ഒരു റെഡ് ആൻഡ് ബ്ലൂ കളറിൽ ഒരു ടൈം, ഒരു ക്ലോക്ക് പോലെ കാണുന്നുണ്ടാവും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ ലിമിറ്റോ ബൈ ലിമിറ്റോ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ വരുമ്പോൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ വരും. നമ്മൾ ജസ്റ്റ് അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് കണ്ടോ താഴത്തോട്ട് കൊണ്ടുവന്നു. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് എനിക്കൊരു ബൈ നോക്കണമെങ്കിൽ ഞാൻ അവിടെ ഒരു ബൈ ലിമിറ്റ് ഇട്ട് വെക്കണം അല്ലേ. അപ്പോൾ അതിനെ ഇങ്ങോട്ട് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കിയേ താഴെ സ്ക്രീനിൻ്റെ താഴെ ബൈ ലിമിറ്റ് SL TP എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ലിമിറ്റ് ഓർഡർ അവിടെ വന്നു. നമ്മൾ ശേഷം SL എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു കണ്ടോ. TP എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ ടാർജറ്റിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. വെറുതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കണ്ടോ. ഇങ്ങനെ നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ SL TP എന്ന് കഴിഞ്ഞതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ വരും പ്ലേസ് കണ്ടോ. പ്ലേസ് ഓർഡർ കൊടുക്കുന്നതോടുകൂടി ഓർഡർ പ്ലേസ് ആയി. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ അത് ഓർഡർ പ്ലേസ് ആയതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. വൺസ് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് നമുക്ക് ലിമിറ്റ് ഓർഡർ വരികയാണെങ്കിൽ എൻട്രി ട്രിഗർ ആവുകയും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർജറ്റ് ആണെങ്കിൽ ടാർജറ്റിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ആവുന്നുണ്ടാവും. ഇപ്പോൾ മുകളിൽ 1 2 3 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു അല്ലേ. ഈ 4 കാര്യങ്ങൾക്ക് ശേഷം അവസാനം കാണുന്നത് എന്താണ്, ഒരു സ്ക്വയർ പോലത്തെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്യുക. അവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ സ്ക്രീനിൻ്റെ ആ ഒരു ലെങ്ത്ത് വലുതായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സ്ക്രീനിൻ്റെ ലെങ്ത്ത് വലുതായത് എന്തിലൂടെയാണ്, ഏറ്റവും മുകളിൽ സെല്ലെന്നും ബൈ എന്നും ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, സെല്ല് ബൈ ഈ ഒരു ഭാഗത്ത് അത് കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അത് ഇങ്ങോട്ട് പോവുക ചെയ്തത്. അതിൻ്റെ പകരം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സ്ക്രീനിൻ്റെ ഒരു വിട്ട് അത്രയും റേഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അത് തിരിച്ചു വന്നു. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലായി. ഇതിൽ തന്നെ 1 2 3 4 മുകളിൽ ആ 4ാമത്തെ നമ്മളെ ബൈ അല്ലേ, ഈ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുമ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബൈ ഓർഡർ താഴെ നിങ്ങൾക്ക് കാണാം അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ലിമിറ്റ് എന്നുള്ളത് പോയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നപ്പോൾ നമ്മളെ ബൈ ഓർഡർ ട്രിഗർ ആയിട്ടുണ്ട്. 0.01 ആണ് അവിടെ ലോട്ട് സൈസ്. ഇനി നമുക്ക് മറ്റൊരു ഫീച്ചർ ഇതിനകത്ത് കാണിച്ചു തരാം. വൺസ് മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്കൊരു സെൽ എൻട്രി പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൽ ലിമിറ്റ് ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സെല്ലിനെ താഴത്തോട്ട് ഇങ്ങനെ കണ്ടോ. ആദ്യം ഞാൻ എന്താ ചെയ്തത്, ആ മുകളിലുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, 4th ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, സെൽ ലിമിറ്റ് എന്നുള്ള വര വന്നു. ഞാൻ അതിനെ കൊണ്ടുവന്ന് ഞാനിതാ ഇവിടെ വെക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ TP അടിച്ചതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സലായി താഴത്തോട്ടന്നെ പോകും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഞാനൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം സെൽ ലിമിറ്റ് 0.01 ആണ് അല്ലേ. ഇനി SL ഞാനിവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് കണ്ടോ ഒരു 250 പോയിൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. എത്ര പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, 252 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചു. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എനിക്ക് നഷ്ടം $2.52 അതവിടെ എഴുതി കാണിക്കുന്നത് കണ്ടോ. 2.52 USD എനിക്ക് ലോസ് ആവും. ടാർജറ്റ് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു ഇവിടെയാണ് കണ്ടോ. TP = $5.83 എനിക്ക് അവിടുന്ന് ടാർജറ്റ് അടിച്ചാൽ എനിക്ക് കിട്ടുന്നുണ്ടാവും. അതായത് 583 പോയിൻറ്റിൻ്റെ ടാർജറ്റാണ് വെക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ലോട്ട് സൈസ് കൂട്ടി നോക്കുമ്പോൾ എത്ര, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ഈ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോട്ട് സൈസ് കൂട്ടിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മുകളിൽ കാണുന്ന സെല്ല് കണ്ടില്ലേ ബൈ, ഇങ്ങനെ 2 ബട്ടൺ ഏറ്റവും മുകളിൽ റെഡും ബ്ലൂ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ അതിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് ലോട്ട് സൈസ് സെറ്റ് ചെയ്യാനുള്ള അവിടെ ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ആ മുകളിലോട്ട് ഉള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്യുമ്പോൾ 0.001 ഇവിടുന്ന് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടില്ല, അവിടെ 0.002 എന്നായി. സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് തൊടുന്നതോടുകൂടി അത് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ ലിമിറ്റ് ഓർഡർ സെൽ ലിമിറ്റ് 0.02 ലോട്ടായിട്ടുണ്ട്. SL കിട്ടുവാണെങ്കിൽ നമുക്ക് $5 ലോസ് ഉണ്ട്. ടാർജറ്റ് കിട്ടുവാണെങ്കിൽ $11 ടാർജറ്റും ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ കസ്റ്റമായിക്കൊണ്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ ലോട്ട് സൈസ് കൂട്ടി നോക്കാം, കുറച്ച് നോക്കാം. കണ്ടില്ലേ, ഞാനിവിടെ കൂട്ടുമ്പോൾ കുറക്കുമ്പോൾ അതിനനുസരിച്ച് അവിടെ മാറുന്നുണ്ട്. വാല്യൂസ് എത്ര SL ആണ്, എത്ര TP എന്നൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ അനുയോജ്യമായ ഒരു വിലയിലെത്തിയതിന് ശേഷം നമ്മൾ ഈ താഴത്തെ സെൽ ലിമിറ്റ് SL TP ദെൻ ആരോ മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടി ദെൻ ഇങ്ങനെ വരും. ഇവിടെ അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സെൽ ലിമിറ്റ് എന്നിവിടെ കാണാം. ഇവിടെ ലോട്ട് സൈസ് മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. പ്ലേസ് ആയിടാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ എടുക്കുക, വിരലോണ്ട് പെട്ടെന്ന് തന്നെ നീക്കുക, SL പ്രസ് ചെയ്യുക, മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക, TP പ്രസ് ചെയ്യുക, വേഗം തന്നെ ഇങ്ങനെ വെക്കാം, ആരോ മാർക്കിൽ പ്രസ് ചെയ്യാം, പ്ലേസോട്ട് നിൽക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നോക്കിയാൽ സെൽ ലിമിറ്റ് അവിടെ വന്നു. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ ഡിലീറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ മുകളിലെ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആയത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ നോക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴെയുള്ള കോഡ്സിനെ കുറിച്ച് പഠിച്ചു. ചാർട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ചാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വാല്യൂസ് കാണാം. ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ 14th മാർച്ച്
ടൈം ഡേറ്റ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ചാർട്ട്സിൻ്റെ തൊട്ട താഴെ നമുക്ക് തൊട്ട സൈഡിൽ നമുക്ക് ട്രേഡ് കാണുന്നുണ്ട്. ട്രേഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. ട്രേഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നേരത്തെ നമ്മൾ എടുത്ത ലിമിറ്റ് ഓർഡർ ട്രിഗറായി XAUSD ബൈ വന്നിട്ടുണ്ട്. 0.01 ലോട്ടാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 15 സെൻറ്റ് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ദെൻ താഴെ ഓർഡർ, അവിടെ പെൻഡിങ് ഓർഡേഴ്സാണ്. അവിടെ ഒരു സെൽ ലിമിറ്റ് പെൻഡിങ് ഓർഡറായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട്. ഇതുവരെ ഓർഡർ ട്രിഗർ ആയിട്ടില്ല. ട്രിഗർ ആയോ ഇല്ല എന്നുള്ളത് ചാർട്ടിലേക്ക് വന്ന് നോക്കിയാൽ മതി. മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് അത് ട്രിഗർ ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ മാർക്കറ്റ് വൺസ് കയറുവാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് തരും. ദെൻ മുകളിലോട്ട് പോയി താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ സെൽ ലിമിറ്റ് ട്രിഗർ ആവുന്നുണ്ടാവും. വീണ്ടും ട്രേഡ് സെഷനിലോട്ട് വന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് എടുത്ത ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇതിവിടെ ഈ ഒരു പേജിനകത്ത് ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ബാലൻസ് ആണ്. ഈ ബാലൻസ് $199.93 നമ്മുടെ അക്കൗണ്ടിനകത്തുണ്ട്. 200 ആയിരുന്നു, പക്ഷേ 199 കാണിക്കുന്നത്. ഇക്വിറ്റി 199.75 ഉണ്ട്. എന്തുകൊണ്ടാണ് ഇക്വിറ്റി ബാലൻസ് നമ്മൾ മാറ്റം? ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് ലാഭമാണെങ്കിൽ ബാലൻസിനേക്കാളും കൂടുതലായിരിക്കും ഇക്വിറ്റി കാണുക. ഇപ്പം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷൻ ലോസിലാണെങ്കിൽ ബാലൻസിനെക്കാളും കുറവായിരിക്കും നമുക്ക് ഇക്വിറ്റിക്കകത്ത് കാണാം. മൂന്നാമത് മാർജിൻ എന്നവിടെ കാണുന്നുണ്ട്. മാർജിൻ എന്താണ്? നമ്മൾ 0.01 എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോളർ അവിടെ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാർജിനിലൂടെ കാണുന്നത്. ഇത് ഡിപ്പെൻസ് അപ്പോൺ ബ്രോക്കർ നമുക്ക് തരുന്ന ലിവറേജിനെ ആശ്രയിച്ചാണ് മാർജിന് കൂടുകയോ കുറയോ എന്ന് കാണിക്കുക. ഹൈ ലിവറേജ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മാർജിൻ വളരെ കുറച്ചേ ഇവിടെ കാണിക്കുന്നുള്ളൂ. മാർജിനൊക്കെ എന്താണ് എന്നുള്ളത് പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. പിന്നെ ഫ്രീ മാർജിൻ ലെവൽ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ തൽക്കാലം പ്രധാനപ്പെട്ട ആ 3 കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ബാലൻസ് എന്താണെന്നും ഇക്വിറ്റി എന്താണെന്നും മാർജിൻ എന്താണെന്നും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫണ്ടിനനുസരിച്ച് വളരെ കുറഞ്ഞ മാർജിനിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഒരു 5 to 7% ഓഫ് ദി ക്യാപിറ്റൽ അത്ര മാത്രമേ മാർജിൻ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സേഫസ്റ്റ് ട്രേഡേഴ്സ് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ $200 ഉണ്ടായിട്ടും നമ്മുടെ മാർജിൻ ആകെ നമുക്ക് $7 ചില്ലറേ വന്നിട്ടുള്ളൂ. അതായത് ഇനിയും ഒരുപാട് പൊസിഷൻ നമുക്ക് എടുത്തു കൂട്ടാൻ നമ്മുടെ ബ്രോക്കർ നമുക്ക് കപ്പാസിറ്റി തരുന്നുണ്ട് എന്നർത്ഥം. ദാറ്റ് ഈസ് നോൺ ആസ് ലിവറേജ്. അതാണ് ലിവറേജ് എന്ന് പറയുന്നത്. സോ ലിവറേജ് സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെറുതെ ഒരു ഫിഗർ എന്നുള്ള രൂപത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി. നമ്മൾ $500 വരെ 0.01 മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ പെട്ടെന്ന് സ്ക്രീനിലോട്ട് നോക്കിയേ, നമ്മുടെ പൊസിഷൻ ഇവിടെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൊസിഷൻ പോയത്? ചാർട്ടിലേക്ക് വന്ന് നോക്കുക. സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. കണ്ടോ, നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്ന നമ്മൾ താഴത്തോട്ട് വന്നപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് അത് അവിടെ സ്ക്രീനിൽ ഇങ്ങനെ ബ്ലൂ കളർ കാണുന്നത് നമ്മൾ ബൈ എടുത്ത ഏരിയയും റെഡ് കളർ കാണുന്നത് നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് എവിടെ വെച്ചാണോ ഹിറ്റായത് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് കാര്യം. നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ട്രേഡിലേക്ക് തന്നെ വന്നു. നമ്മൾ എടുത്തൊരു പൊസിഷൻ ഇവിടുന്ന് എങ്ങനെയാണ് റൺ ചെയ്യുക, നമ്മൾ എടുത്ത ഒരു പൊസിഷൻ റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ ക്ലോസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഫൈൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത പൊസിഷൻസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇത് റൺ ചെയ്യാത്ത ഒരു പൊസിഷനാണ്, പക്ഷേ എങ്കിലും എല്ലാം സെയിം മെത്തേഡ്സ് തന്നെയാണ്. അതിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് ഓർഡർ എന്ന് കാണാം. ക്ലോസ് ചെയ്യേണ്ട പൊസിഷൻ എന്താണോ അത് ഡിലീറ്റ് ഓർഡർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൺഫർമേഷൻ ചോദിക്കും. ഡിലീറ്റ് ബട്ടണിൽ അമർത്തുന്നതോടുകൂടി നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പോയി. ഇപ്പോൾ നമുക്ക് ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം നമ്മുടെ അക്കൗണ്ടിനകത്ത് PNL കാണിക്കുന്നുണ്ടാവും. PNL കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ 1, 2, 3, 4 അടുത്തത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കുക. ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിക്കകത്ത് പൊസിഷൻ, ഓർഡർ, ഡീൽസ് എന്ന് കാണുന്നുണ്ട്. ഓർഡർ ഡീലൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഈ പൊസിഷൻ എന്നുള്ള ഭാഗം മാത്രം നോക്കുക. അതിനകത്ത് നമ്മുടെ പ്രോഫിറ്റ് അവിടെ കാണാം -$2 ആണ്, അതായത് ലോസ് ആണ്. ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത് 20 ആണ്. ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ട. കമ്മീഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ബാലൻസ് ഇനി നമ്മുടെ അക്കൗണ്ടിനകത്ത് $197 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, നമ്മളെടുത്ത പൊസിഷൻ $2 ചില്ലറയും ലോസിൽ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അവിടെ കാണുന്നത്. വൺസ് അത് പ്രോഫിറ്റ് ആണെങ്കിൽ ബ്ലൂ കളറിൽ അവിടെ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് കാണുന്നത് മെസ്സേജാണ് താഴെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നോക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ലിമിറ്റ് ഓർഡറും കാര്യങ്ങളും എടുക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ. ഇനി ലൈവ് മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു ബൈ നോക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ചെയ്യേണ്ടത് ട്രേഡ് എന്നുള്ള താഴത്തുള്ള ട്രേഡ് എന്നുള്ള ഭാഗത്തേക്ക് വരിക. ട്രേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടോപ്പ് റൈറ്റ് സൈഡിൽ ആരോ മാർക്കും ഒരു പ്ലസ് സ്ക്വയറിൽ അതും കാണുന്നുണ്ടാവും. ആ സ്ക്വയർ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്കറ്റ് എക്സിക്യൂഷനിൽ ഒരു ട്രേഡ് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ താഴത്തോട്ട് നോക്കിയേ, സെല്ലുന്നുണ്ട് ബൈ എന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ബൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ കണ്ടോ 0.03 പൊസിഷനിൽ ഒരു ബൈ അവിടെ വീണിട്ടുണ്ട്. എവിടെയാണ് വീണത് എന്നുള്ളത് ബ്ലൂ കളറിൽ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ചെയ്യുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ പ്രസ് ചെയ്തു, നമ്മളിവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ മുകളിൽ കാണിൻ്റെ തൊട്ട് താഴെ ശരിക്കും എത്ര ലോട്ടാണ് എന്നുള്ള അവിടെ കാണിക്കുന്നുണ്ട്. കണ്ണും മൂക്കും നോക്കാതെ, ലോട്ട് നോക്കാതെ നമ്മൾ ഒരിക്കലും അടിക്കരുത്, ബയ്യോ സെല്ലോ അടിക്കരുത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, മാർക്കറ്റ് എക്സിക്യൂഷൻ്റെ താഴെ കണ്ടില്ലേ ആ ഒരു ഭാഗം 0.01
എന്ന്. നമ്മളെ ക്യാപിറ്റൽ വളരെ കുറവായതുകൊണ്ട് 0.01 ആണ്. എന്നിട്ട് നമ്മൾ ബൈ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഡൺ പ്രസ് ചെയ്യുന്നതോട് കൂടി ഇങ്ങനെ വന്നു. ഇപ്പോൾ എന്തായി, നേരത്തെ നമ്മളെടുത്ത ഒരു 0.03 ലോസിൽ $1 ലോസിൽ റൺ ചെയ്യുന്നു. ഇപ്പോഴത്തെ 0.01 അതും ലോസിൽ റൺ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, രണ്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ഔട്ട് ചെയ്യാണ്. പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ ക്ലോസ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ ഒരു ഇത് ചോദിക്കും. ഈ ഒരു ഇത് ചോദിക്കുന്ന സമയത്ത് 0.03 മുഴുവനായിട്ട് എനിക്ക് എന്ത് ചെയ്യണ്ട, ക്ലോസ് ചെയ്യേണ്ട. പകരം പാർഷ്യൽ ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ 0.03 ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചോളൂ. പകരം നിങ്ങളൊരു 0.02 മാത്രം ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിർത്തുക എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന 0.03നെ 0.2 ആണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിൽ അതിന് 0.2 ആക്കി മാറ്റുക. കണ്ടോ, 0.2 ആക്കി മാറ്റുക. ശേഷം ക്ലോസ് വിത്ത് ലോസ്. ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 80 പൈസ ലോസിൽ, ഇപ്പോൾ $1 ലോസിൽ നമുക്ക് 2 പൊസിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കണ്ടോ, ഇപ്പോൾ ഞാൻ 3 പൊസിഷനിൽ 2 എണ്ണത്തിനെയും ക്ലോസ് ഔട്ട് ചെയ്തു. അപ്പോൾ നോക്കിയേ, 0.3 ഉള്ളത് 1 ആയിട്ടുണ്ട്. നേരത്തെ അടുത്ത 1ഉം അവിടെ ഉണ്ട്. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ, നമുക്കവിടെ കാണാം XAUUSD ബൈ 0.02 ക്ലോസ് ചെയ്തിട്ടുണ്ട് /0.03. അതായത് ബാക്കി ഒരു പൊസിഷനും കൂടി ബാക്കിയുണ്ടെന്ന് അർത്ഥം. 0.3ൽ 0.2 ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 0.2 അവിടെ റൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് പാർഷ്യൽസ് ബുക്ക് ചെയ്യുക കേട്ടോ. ഒന്നുകൂടി കാണിക്കാം. 0.01 പാർഷ്യൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിമ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് വിത്ത് ലോസ് എന്നേ കാണിക്കുള്ളൂ. അവിടെ ആകെ ഏറ്റവും മിനിമം ട്രേഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പാർഷ്യലൊന്നുമില്ല. 0.1ൻ്റെ മുകളിലേക്ക് നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാലും പാർഷ്യൽ ബുക്ക് ചെയ്യേണ്ട രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഞാനിത് രണ്ടും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ഒന്ന് മോഡിഫൈ എന്നും കാണാം. അതിൽ രണ്ടാമത്തെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് SL എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ SL പോയിന്റിനെ മോഡിഫൈ ചെയ്യാം. കൂട്ടണോ കുറക്കണോ എന്ന് ചെയ്യാൻ പറ്റും. ടാർജറ്റ് TP എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാർജറ്റിനെ കൂട്ടണോ കുറക്കണോ എന്നുള്ളത് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 2983 ടാർജറ്റ്. ഓക്കെ, ദെൻ മോഡിഫൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ ടാർജറ്റിൻ്റെ ലൈൻ അവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുമ്പോൾ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഹിറ്റായി മാർക്കറ്റ് നമ്മൾ പോയിട്ടുണ്ടാവും. കണ്ടോ, അത് ടാർജറ്റ് ഹിറ്റായിട്ടുണ്ട്. നേരത്തെ 0.03 ആയിരുന്നു പോസ്റ്റ് എടുത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ അത് ടാർജറ്റ് ഹിറ്റായി മൊത്തത്തിൽ നമ്മൾ ലോസോടുകൂടി എക്സിറ്റ് ആയി. 0.3 ഫുള്ള് ക്ലോസ് ഔട്ട് ചെയ്തു. ശേഷം ഒരു 0.1 മാത്രമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് സെറ്റിങ്സ് കൂടി ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ആ 3 ലൈനിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ്, ട്രേഡ്, ന്യൂസ്, മെയിൽ ബോക്സ്, ജേണൽ, സെറ്റിങ്സിലൊന്ന് പ്രസ് ചെയ്യാം. സെറ്റിങ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് വേണോ, അഡ്വാൻസ് മോഡ് ടിക്കാണ്, അതർ സൗണ്ട്സ് ടിക്കാണ്. വൺ ക്ലിക്ക് ട്രേഡിങ് ഞാൻ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ മുകളിൽ കണ്ടോ സെല്ല് ബൈ എന്നുള്ളത്, അവിടെ പ്രസ് ചെയ്യുന്നതോട് കൂടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെല്ലും ബൈയും വീഴും. വിത്തൗട്ട് ഇനി ഒന്നും ചോദിക്കില്ല, കൺഫർമേഷൻ ഒന്നും ചോദിക്കില്ല, നേരെ പോയിട്ട് ഹിറ്റാവും. അപ്പോൾ അത് ഒരു ഡേഞ്ചറാണ്. കൈ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് ഞാൻ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി സ്ക്രീനിൻ്റെ തൊട്ട് നടുവിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ വരും. ഇവിടെ എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. M1, M3, M5 നമ്മുടെ ടൈം ഫ്രെയിം പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. M15 ആക്കി കഴിഞ്ഞാൽ 50 മിനിറ്റ് ചാർട്ട് നമുക്ക് ഇവിടെ കിട്ടി. വീണ്ടും സ്ക്രീനിൽ ഒരു സിംഗിൾ പ്രസ്. ഇവിടെ M1ൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്നത് ഒരു രണ്ടാമത്തത്, അതിൻ്റെ അപ്പുറത്ത് ഒരു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ ടൂൾസ് ആണ്, ഒബ്ജക്ട്സ് ആണ് യൂസ് ചെയ്തത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് അടിക്കാം, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മൂന്നാമത് സെറ്റിങ്സ് ആണ്. ഇതിനകത്ത് ഈ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ലൈൻ ടൈപ്പ്. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ലൈൻ ചാർട്ട് ആക്കാം. ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് ലൈൻ ചാർട്ട് ആയിട്ടുണ്ട്. കണ്ടോ, വീണ്ടും സെറ്റിങ്സ് എടുക്കുക, ലൈൻ ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ ആക്കി. കണ്ടോ, ഇനി അടുത്തത് വീണ്ടും എടുക്കുക. വോളിയം കാണണമെങ്കിൽ വോളിയം നോക്കാം. ട്രേഡ് പൊസിഷൻ, ഈ ട്രേഡ് പൊസിഷൻസ്, ട്രേഡ് ഓർഡേഴ്സ്, ട്രേഡ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് ഹിസ്റ്ററി സ്ക്രീനിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്നില്ല. നമ്മുടെ ട്രേഡ് ഹിസ്റ്ററി നമ്മൾ എവിടുന്ന് ബൈ എടുത്തു, എവിടുന്ന് സെല്ല് എടുത്തു നമ്മൾ കണ്ടില്ലേ, കുറേ ആരോമാർക്ക്. ഇത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ഹിസ്റ്ററി എന്ത് ചെയ്താൽ മതി, ട്രേഡ് ഹിസ്റ്ററി ഓഫ് ആക്കിയാൽ പോകും. അതേപോലെ തന്നെ റണ്ണിങ് പൊസിഷന് ഓഫ് ആക്കി കഴിഞ്ഞാലോ, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ചാർട്ടിനകത്തൊന്നും കാണുന്നില്ല. കണ്ടോ, അതൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സെറ്റിങ്സാണ് അത്. ഓക്കെ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഇതൊക്കെ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ കളേഴ്സ്, ഏറ്റവും താഴെ കളേഴ്സ് എന്ന് കാണുന്നുണ്ട്. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഓക്കെ, ദെൻ ഏറ്റവും മുകളിൽ സേവ് കൊടുക്കുമ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. ഞാൻ തൽക്കാലം വൈറ്റ് തന്നെ നിലനിർത്തുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. ഇനി
ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമ്മൾ ലൈൻ എങ്ങനെയാണ് ഇതിനകത്ത് വരക്കുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ജസ്റ്റ് 2 വിരൽ കൊണ്ട് നമുക്ക് സ്ക്രീൻ എക്സ്പാൻഡ് ചെയ്യാനും ഇതെങ്ങനെ ആക്കാനൊക്കെ പറ്റും. സ്ക്രീന് വൈഡ് ആക്കിയിട്ട് നമ്മൾ എപ്പോഴും പിടിക്കുക. കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. വൈഡ് ആക്കിയിട്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ലൈൻസ്, സ്ക്വയേഴ്സ്, റെക്റ്റാങ്കിൾസ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് പ്രസ് ചെയ്തു. ഈ M1ൻ്റെ സൈഡിലുള്ള സ്ക്വയർ, അത് കഴിഞ്ഞിട്ടുള്ള ആ ട്രയാങ്കിൾ റൗണ്ട്, ഈ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്തു, മൊത്തത്തിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ നിന്ന് ഇതുവരെ വരച്ച എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് ഈ പ്ലസ് ബട്ടണിലൊന്ന്, മുകളിലുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈനാണ് വരക്കേണ്ടത് വെക്കുക. ഹൊറിസോണ്ടൽ ലൈനും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ എവിടെയാണോ ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾക്ക് വരക്കേണ്ടത് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. കണ്ടോ, അവിടെ ടച്ച് ചെയ്തപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ അവിടെ വന്നു. എനിക്ക് ഇവിടെയാണ് ഒരു സപ്പോർട്ട് പോലെ ഇത് കൊടുത്തത്, സപ്പോർട്ട് പോലെ ഹൊറിസോണ്ടൽ ലൈന് വരച്ചത്. ആ ഹൊറിസോണ്ടൽ ലൈന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, റെഡാണ്. ഈ റെഡ് വേണ്ട, എനിക്കതിന് ഗ്രീൻ ആക്കണമെങ്കിൽ, സപ്പോർട്ടല്ല ഗ്രീൻ ആക്കാം. ജസ്റ്റ് അതുമ്പോൾ ഡബിൾ പ്രസ് ചെയ്യാം. ഓക്കെ, ആക്റ്റീവായി. എങ്ങോട്ട് വേണമെങ്കിലും അതിനെ നീക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നീക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നോക്കിയാൽ, ആ ലൈനിൻ്റെ 2 അറ്റത്തും ഓരോ ബ്ലാക്ക് ഡോട്ടുകൾ കാണുന്നില്ലേ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് 2 തവണ ഒന്ന് ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. കാരണം അപ്പോഴാണ് അത് ലോക്ക് ആവുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ വിരൽ തട്ടനോട് കൂടി അത് അങ്ങോട്ട് കൂടി നീങ്ങിപ്പോകും. അപ്പോൾ എപ്പോഴും അത് ലോക്ക് ചെയ്ത് വെക്കുക, എങ്കിലേ അത് ഉദ്ദിഷ്ട സ്ഥലത്ത് അത് നിൽക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മളെ കൈ തട്ടി ഇങ്ങനെ മാറിപ്പോകും. അപ്പോൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെ പോയിട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഡബിൾ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിടുക. ഇനി നെക്സ്റ്റ് അതിൻ്റെ സെറ്റിങ്സ് ഞാൻ വീണ്ടും ഡബിൾ പ്രസ് ചെയ്തു. അതും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാം പെൻസിൽ ബട്ടൺ, കോപ്പി ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ. ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോകും. കോപ്പി ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ വരും. കണ്ടോ, നിങ്ങൾക്ക് അടുത്ത ഒരു സപ്പോർട്ട് ഏരിയനെ വീണ്ടും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി പെൻസിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് വരും. ഇതിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്റ്റൈൽ, അതിൻ്റെ വണ്ണം കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഇതാണ് 1 2 3 4. 3 4 ഒക്കെ ആക്കി കഴിഞ്ഞാൽ 5 ഒക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല വണ്ണം ഉണ്ടാവും. കേട്ടോ, നിങ്ങൾക്ക് അവിടെ കാണാം. കണ്ടോ, വണ്ണം വിട്ട് കൂടാനും കുറക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ ഡോട്ട് പോലെ വരണമെങ്കിൽ ഇങ്ങനെ വരാം, ലൈൻ പോലെ വരാം, ഇങ്ങനെ വരാം. ഇങ്ങനെ ഏത് സ്റ്റൈലും അതിനാക്കാം. അങ്ങനെ ആക്കി. പിന്നെ നെക്സ്റ്റ് എന്താണ്, കളർ ഇവിടെ പ്രസ് ചെയ്യാം. കളർ ബോക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ വന്നു, ഗ്രീൻ സെലക്ട് ചെയ്തു. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താവും നോക്കിയേ, ആ സാധനം കണ്ടോ ഇവിടെ ലോക്ക് ചെയ്തിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് അതവിടെ വന്ന പോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, അവിടെ പ്രസ് ചെയ്യുക, ഡിലീറ്റ്. ഇനി റെക്റ്റാങ്കിൾ ബോക്സ് കാണിച്ചു തരാം. വീണ്ടും സ്ക്രീനിൻ്റെ നടുവിൽ പ്രസ് ചെയ്യുക. ഇതുപോലെ വരും. നമ്മൾ ടൂൾ ബോക്സ് എടുക്കുക, പിന്നെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഏറ്റവും താഴെ റെക്റ്റാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്യുക. മുകളിൽ ഈ ഭാഗത്ത് എനിക്കൊരു റെസിസ്റ്റൻസ് ഏരിയ പ്ലോട്ട് ചെയ്യണം. ഇങ്ങനെ ഒന്ന് വരക്കുക. വിരൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ സ്ക്വയറിൽ റെക്റ്റാങ്കിൾ ബോക്സിൽ 3 കുത്ത് വന്നിട്ടുണ്ടാവും. നടുവിലുള്ള കുത്തിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നീക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിക്കറ്റ് ബോഡി കണ്ടോ, ഈ സൈഡിൽ പ്രസ് ചെയ്തിട്ട് എങ്ങോട്ടും വെക്കാം. റൈറ്റിലാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് നടുവിലെ കുത്തിൽ പ്രസ് ചെയ്തിട്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് അതിന് ലോക്ക് ചെയ്യുക. ഡബിൾ പ്രസ് ചെയ്താൽ ലോക്കാവും. കണ്ടോ, ഇനി അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക. പെൻസിലിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതിൻ്റെ പല സെറ്റിങ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൂട്ടാനൊക്കെ പറ്റുന്നുണ്ടാവും. ഞാൻ റെഡ് പ്രസ് ചെയ്തു, സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. കണ്ടോ, ഒരു റെഡ് ബോക്സ് ആവും. എന്തോ ഒരു ഭംഗി. ഇപ്പോൾ റെസിസ്റ്റൻസ് വന്നു, സപ്പോർട്ടിനെ വരച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതിന് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇതിപ്പോൾ ഒരു താൽക്കാലിക റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ വരയ്ക്കാം. മുകളിൽ ഒന്ന് കോപ്പി എടുത്തിട്ട്, കോപ്പി എങ്ങനെ എടുക്കേണ്ടത് കണ്ടല്ലോ, ലോക്ക് ചെയ്തിട്ടു. കണ്ടോ, അപ്പോൾ താൽക്കാലിക റെസിസ്റ്റൻസിനെ ഞാൻ എഡിറ്റ് ചെയ്ത് കളറ് ഒരു റെഡ് കൊടുത്തു, സേവ് കൊടുത്തു. കണ്ടോ, ഇനി ഈ ഒരു കളർ ചൂസ് ചെയ്ത കളർ ഏതാണോ അത് മാത്രമേ ഇവിടെ വർക്ക് ആവത്തുള്ളൂ കേട്ടോ. സോ നമ്മളും വരച്ച് കഴിഞ്ഞിട്ട് അതിനെ ഡബിൾ പ്രസ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യം. മാർക്കറ്റ് സപ്പോർട്ടിൽ വന്ന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബൈ നോക്കണമെങ്കിൽ ട്രേഡ് എന്നുള്ള താഴെ എടുക്കുക, ഇവിടെ പ്രസ് ചെയ്യുക. ആദ്യം നമ്മൾ ലോട്ട് സൈസ് ഇവിടെ സെറ്റ് ചെയ്യുക. ദെൻ മാർക്കറ്റ് എക്സിക്യൂഷൻ ബൈ, താഴെയുള്ള ബൈയിൽ പ്രസ് ചെയ്യുക. ഡൺ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കവിടെ ബൈ വന്നു. ഇനി ബൈ വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതിൽ ബൈ കാണുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് കാണാത്തത്? നേരത്തെ നമ്മൾ ഓഫ് ആക്കിയിട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ തിരിച്ച് കൊണ്ടുവരണം. മാർക്കറ്റിൽ നമ്മൾ വരിക, ഇവിടെ പ്രസ് ചെയ്യുക, ഇതിലെ സെറ്റിങ്സിൽ എടുക്കുക. എന്നിട്ട് ട്രേഡ് പൊസിഷൻസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ കണ്ടോ നമ്മുടെ ബൈ എവിടെ വീണത് നമുക്കവിടെ കാണാം. ഇവിടുന്ന് ലൈവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബൈയിലൊന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഈ സ്വിംഗ് ലോൻ്റെ താഴെ വെച്ചു. 165 പോയിൻറ്റ് ടാർജറ്റ് നമ്മൾ ഇവിടെ ഈ ബോക്സിൽ വെച്ചു. 359 പോയിൻറ്റ്. ദെൻ നമ്മൾ ആരോ മാർക്കിൽ പ്രസ് ചെയ്തു, മോഡിഫൈ കൊടുത്തു, ഇനി ഡണ്ണ് കൊടുത്തു. ഇതോടുകൂടി നമുക്ക് എന്തായി, നമുക്കവിടെ ഒരു ബൈ പൊസിഷൻ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം $1 പ്രോഫിറ്റിൽ റൺ ആവുന്നുണ്ട്. നേരത്തെ ഉള്ള ഒരു ബൈ പോയിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു. മൊത്തത്തിൽ നമുക്ക് പരാജയമാണ്. അപ്പോൾ പരാജയം വിജയത്തിൻ്റെ മുന്നോടി എന്നാണല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക, ക്ലോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇനി ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ടാർജറ്റ് അടിക്കാൻ കാത്തിക്കാതെ നിങ്ങൾക്ക് ക്ലോസ് ഔട്ട് ചെയ്യണമെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്യാം, ക്ലോസ് പൊസിഷൻ എന്നുള്ള ഭാഗത്ത് വരാം. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, പരാജയത്തിൻ്റെ ഇടയിൽ ഒരു വിജയം വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് ക്ലോസ് ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ശരിക്കും കാണാം, ഒരു കംപ്ലീറ്റ് MT5ൻ്റെ ഗൈഡാണ്. ഇതേപോലെ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് വേറെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.